പര്യടനത്തിന് മുമ്പായുള്ള ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് ക്യാപ്റ്റന്മാരായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അപ്രതീക്ഷിത വിരമിക്കൽ ചർച്ചയാവുകയാണ്. കുറച്ചുകാലം കൂടി ടെസ്റ്റ് കളിക്കാൻ ഇരുവരും ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. 5 ടെസ്റ്റ് മാച്ചുകൾ ഉൾപ്പെടുന്ന പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ഇന്ത്യൻ സംഘത്തെ തെരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും വിരമിച്ചത്. രോഹിത്തിനെയും കോഹ്ലിയെയും ടീമിൽ നിലനിർത്താൻ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന് താല്പര്യമില്ലെന്നും വിരമിക്കലിന് കാരണം ഇതാവാമെന്നും PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാഴ്ചക്കിടെയാണ് കോഹ്ലിയും രോഹിത്തും വിരമിക്കുന്നത്. രോഹിത് മെയ് 7-നും കോഹ്ലി മെയ് 12-നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രോഹിത് ആയിരുന്നു ടീമിനെ നയിച്ചത്. പരമ്പരയിൽ രോഹിത് പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. ക്യാപ്റ്റൻ ആയിരുന്നിട്ടും രോഹിത് ഒരു മാച്ചിൽ പുറത്തിരിക്കേണ്ട അസാധാരണ സാഹചര്യവും ഉണ്ടായി. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ രോഹിത്തും ഗംഭീറും തമ്മിൽ ഭിന്നത ഉടലെടുത്തിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനു മുമ്പായി ഇന്ത്യയിൽ നടന്ന ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ 3-0 ചരിത്രപരമായ തോൽവി വഴങ്ങിയത് പുതിയ കോച്ചായി എത്തിയ ഗംഭീറിനും സംഘത്തിനും വലിയ ആഘാതമായിരുന്നു. വിരാട് കോഹ്ലിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഡൽഹി രഞ്ജി ട്രോഫി ടീമിന്റെ മുഖ്യ പരിശീലകൻ ശരൺദീപ് സിംഗും രംഗത്തെത്തിയിരുന്നു. കോഹ്ലിയുമായി അടുത്ത ബന്ധം പുലർത്തി വരുന്ന തന്നെ വിരമിക്കൽ പ്രഖ്യാപനം അമ്പരപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ആദ്യം ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ റെയിൽവേസിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി കോഹ്ലി കളിച്ചിരുന്നു. അതിനുശേഷം ശരൺദീപ് കോഹ്ലിയുമായി അടുത്ത ബന്ധമുണ്ട്. ജൂൺ 20-ന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ കളിക്കാൻ തയ്യാറാണെന്ന് കോഹ്ലി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ശരൺദീപ് സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. കോഹ്ലി ഇംഗ്ലണ്ടിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി പൂർണ്ണമായി തയ്യാറായിരുന്നുവെന്നും ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇംഗ്ലണ്ട് ലയൺസിനെതിരായ 2 അനൌദ്യോഗിക മത്സരങ്ങളിൽ ഇന്ത്യ A ടീമിന് വേണ്ടി കളിക്കാൻ പോലും കോഹ്ലി ആഗ്രഹിച്ചിരുന്നുവെന്നും ശരൺദീപ് സിംഗ് പറയുന്നുണ്ട്. പെട്ടെന്ന് തീരുമാനം മാറ്റാനുള്ള കാരണം വിരാടിന് മാത്രമേ അറിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഓസ്ട്രേലിയയിലെ തന്റെ പ്രകടനത്തിൽ കോഹ്ലി നിരാശനായിരുന്നുവെന്നും ശരൺദീപ് പറഞ്ഞിരുന്നു. ഓസ്ട്രേലിയയിൽ 1 സെഞ്ചുറി നേടിയെങ്കിലും അദ്ദേഹം തൃപ്തനായിരുന്നില്ലെന്നും ടീമിലെ ഏറ്റവും മുതിർന്ന കളിക്കാരനായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ 3-4 സെഞ്ചുറി നേടണമെന്ന് രഞ്ജി ട്രോഫിക്കിടെ അദ്ദേഹം പറയുമായിരുന്നുവെന്നും ശരൺദീപ് സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. സംഭവബഹുലമായ 14 വർഷത്തെ തുടർച്ചയായ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കാനുള്ള തീരുമാനം കോഹ്ലി അറിയിച്ചപ്പോൾ പുനഃപരിശോധിക്കാൻ BCCI അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസത്തിന് കുറച്ച് വർഷങ്ങൾ കൂടി കളിക്കാനാകുമെന്ന് പല ക്രിക്കറ്റ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏകദിനത്തിലും IPLലും മാത്രമാണ് ഇനി കോഹ്ലിയെ കാണാനാവുക. 123 ടെസ്റ്റുകളിൽ നിന്ന് 9230 റൺസുമായിട്ടാണ് കോഹ്ലി തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചത്. 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 2022-ന്റെ തുടക്കത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായി നിയമിതനായ കോഹ്ലി ഏകദേശം 3 വർഷത്തോളം റെഡ് ബോൾ ടീമിനെ നയിച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് 67 ടെസ്റ്റുകളിൽ നിന്ന് 4301 റൺസാണുള്ളത്. 2011-ൽ ടെസ്റ്റിൽ അരങ്ങേറിയ കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി, ഇന്ത്യയെ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റൻ, ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ, ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് പരമ്പര നേടിയ ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ, 2012, 15, 16, 18, 2023 വർഷങ്ങളിൽ ഇന്ത്യൻ ടോപ്പ് സ്കോറർ, ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ, ഒരു ഇന്ത്യക്കാരന്റെ എക്കാലത്തെയും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് തുടങ്ങി നിരവധി റെക്കോർഡുകൾക്ക് ഉടമയാണ് കോഹ്ലി. സച്ചിൻ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവർക്ക് പിന്നിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും നേടിയ 4ാമത്തെ കളിക്കാരൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും താരങ്ങളുടെ വിരമിക്കലിന് പിന്നാലെ അടുത്ത നായകൻ ആരാകും എന്നറിയാനുള്ള ആകാംക്ഷയിൽ കൂടിയാണ് ആരാധകർ. ശുഭ്മാൻ ഗിൽ രോഹിത്തിന്റെ പിൻഗാമിയായി ടെസ്റ്റ് ക്യാപ്റ്റൻ ആകും എന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ വൈറ്റ് ബോൾ ടീമുകളുടെ വൈസ് ക്യാപ്റ്റനാണ് ഗിൽ. ഇതോടെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വ്യത്യസ്ത ക്യാപ്റ്റന്മാരാകും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സൈക്കിൾ ഇംഗ്ലണ്ട് പര്യടനത്തോടെയാണ് തുടക്കമാകുന്നത്.